ഏറ്റവും വിലയുള്ള ഭൂമി ഈ പ്രദേശത്താണ്. അതിൽ ഇതാ 40 സെന്റോളം ഭൂമിയാണ്. അപ്പൊ അവിടെ പറഞ്ഞത് 50 ലക്ഷം രൂപയോളാണ് ഇപ്പൊ ഇവിടുത്തെ ഈ ഒരു സ്ട്രക്ചറിന്റെ വില. അപ്പൊ എത്രയെന്ന് പറഞ്ഞേ? 40 സെന്റിന് 50 ലക്ഷം വെച്ച് കൂട്ടിയാൽ 20 കോടിയല്ലേ? അപ്പം 4 കോടിയുടെ വീട്, 3 കോടിയുടെ ലാൻഡ് എത്രയായി? 4 3 7 ഇതെത്രയായി? 20 ആയില്ലേ? 27. ഇനി കാണിച്ചു തരാം. ചെറിയ തട്ടാനാണ് ഇതൊക്കെ. അതെ 3 കൊല്ലം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. ഉണ്ണിയുടെ പേരിലാണെന്ന് പറയുന്നത്. അല്ല, ഡോക്യുമെന്റ് പരിശോധിക്കാൻ ഞാൻ ആധാർ എഴുത്തുകാരനല്ലല്ലോ. അല്ല അത് അവര് അതോറിറ്റി പരിശോധിക്കട്ടെ, നിങ്ങൾക്കും പരിശോധിക്കാം. ഞാൻ പറഞ്ഞത് ശരിയാ, നിങ്ങൾക്കും പരിശോധിക്കാം. ഈ നിലമ്പൂരിലും ഇടവണ്ണയിലൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ടല്ലോ താമരക്കര. അതില് ഈ കയ്യും വെട്ടും കാലും വെട്ടും, കയ്യും കാലും വെട്ടി ചാലിയാറിലെറിയുന്നതാണ് ഭീഷണി. ചാലിയാറിലില്ലെങ്കിൽ തന്നെ വയനാട്ടിൽ നിന്ന് കുറച്ച് കാലി നമ്മൾ തെരഞ്ഞെടുത്ത് കിട്ടാത്തതുണ്ട്. ആ കാലിലേക്ക് നമ്മളെ കാലം കൂടി പോകുമെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എറണാകുളത്ത് ഒരുത്തം വെട്ടിക്കാണ്ട് ഇരിക്കുകയാണ്. അതിനെ 2 കാലം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ആകെ 2 കാലമുള്ളത്. എല്ലാവരും കൂടെ വെട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്കറിയില്ല. പിന്നെ ഭയങ്കര പേടിച്ചല്ലേ നിൽക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം. ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾ PV അൻവർ സിന്ദാബാദ് വിളിക്കുന്ന ഒരവസ്ഥ ഇവിടെ വരും. അതിന് നിങ്ങൾ ബേജാറാവണ്ട. അല്ല, സമൂഹത്തോട് വളരെ ക്ലിയറാണ്. ഈ വ്യക്തി ഒരു സാധാരണക്കാരനായ സ്വർണ്ണപ്പണിക്കാരനെ അവിടെ തട്ടാനെന്ന് പറയുന്നത്, സ്വർണ്ണ തട്ടാൻ ഈ വ്യക്തി ഈ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിലാണ് ഈ വ്യക്തിക്ക് ഈ കോടാനക്കോടി റുപ്യയുടെ ഈ സാമ്പത്തിക വളർച്ച. അതായത് വേറെ കച്ചവടമില്ല. ഇപ്പോഴും പണി ഇത് ഷൂ എന്ന് പറഞ്ഞ് ഊതിയിട്ട് ഉരിക്കലാണ്. മനസ്സിലായില്ലേ? അപ്പൊ കാഴ്ചയിൽ അങ്ങനെയാ. പക്ഷേ ഈ ലോബി പോലീസുമായി ബന്ധപ്പെട്ട് സുജിത് ദാസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഈ സ്വർണം പൊട്ടിക്കൽ, കക്കൽ, മുക്കൽ ലോബിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ അപ്രൈസർ അയച്ച് വെച്ചിട്ടുള്ള ഒരു തട്ടാനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭൂമികളാണ് നിങ്ങൾ കാണുന്നത്, അദ്ദേഹത്തിന്റെ കെട്ടിടങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും 2-3 ഇവിടെ തന്നെ ഉണ്ട്. ദുബായില് ഗോൾഡ് സൂക്കിൽ അദ്ദേഹത്തിന് കച്ചവടം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളാളുകൾ നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഉണ്ണി തട്ടാന്റെ മകനും മരുമകളും അവരാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. വേറൊരു മകൻ ഇവിടെ ബാംഗ്ലൂരിലാണ്, അവിടെ റിയൽ എസ്റ്റേറ്റ് ആണ്. 5 ദിവസമായിട്ട് മകനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്പർ ഓഫാണ്. നമ്മൾക്ക് ആ നമ്പർ കിട്ടി അന്ന് തൊട്ട് ഓഫാണ്. അപ്പോൾ പുള്ളിയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തട്ടാൻ ഇത്ര സമ്പാദിക്കാമെങ്കിൽ, ഒരു അപ്രൈസറായ ഒരു തട്ടാൻ ഇത്രമാത്രം സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിന്റെ സ്ഥിതി? ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. ഇതിൽ വളരെ കൃത്യമായിട്ടാണ് അന്വേഷിക്കുന്നത്. ഇതിലൊന്നും കഴമ്പില്ല. താങ്കൾ മൊഴി കൊടുത്തിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞതും ഈ അന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടാവില്ല. അന്നൂർ പറഞ്ഞ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിൽ ഒരു വീഴ്ച ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിക്കെതിരെ അന്വേഷണം പോയില്ലെന്ന് മനസ്സിലാക്കുന്നത് ഒന്നും ഒരാളും വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. ഈ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ പോയി അന്വേഷിക്കണ്ടേ? കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അന്വേഷിച്ച ഇങ്ങനെ പോലീസിന് വല്ല അന്വേഷണം ഉണ്ടായിരുന്നോ? ഒരാളും ചെന്നിട്ടില്ല. എന്താ ഇതിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതിന്റെ ആധാരങ്ങൾ കിടക്കുന്നതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഈ കൊണ്ടോട്ടി രജിസ്റ്റർ ഓഫീസല്ലേ? നിങ്ങളൊന്ന് പോയി ചോദിക്കും. ഞാൻ തമാശ, ഞാനങ്ങനെ വാശിക്ക് പറയല്ല. സമയത്ത് 6 മണി അടച്ചു. ഇവിടെ കൊണ്ടോട്ടിയിലെ പത്രക്കാരുണ്ടാവില്ല, യൂട്യൂബേഴ്സ് ആരും ഇല്ല. ഇവിടെ കൊണ്ടോട്ടിക്കാർ പ്രാദേശിക ആളുകളാരില്ല. നിങ്ങളെവിടെയാ? നിങ്ങൾ മാതൃഭൂമിയാണോ? ഓക്കെ. ഇവിടെ പ്രാദേശിക ആരുമില്ല. അതെ, അല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ചോദിക്കേ. അതായത് SIT ഇപ്പൊ ഈ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ തട്ടാൻ ഉണ്ണിയുടെ ഭൂമി സംബന്ധമായ എന്തെങ്കിലും രേഖകൾ അദ്ദേഹത്തിന്റെ പേരിലോ കുടുംബത്തിലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വല്ല അപ്ലിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോന്നില്ല. നിങ്ങൾ ദയവായി നാളെ പോയി നോക്കി ഒന്ന് അന്വേഷിക്കും. എന്റെ അറിവിൽ ഇന്ന് ഉച്ചവരെ 3 മണി വരെ ഒരാളും വന്നിട്ട് ഒരു അപ്ലിക്കേഷൻ വന്നിട്ട്. എന്നിട്ട് ED ഇതുവരെയായിട്ടൊന്നും അന്വേഷിക്കാൻ പരിശോധിക്കാൻ വേണ്ടിയില്ല. ED പോലെ ഇതൊന്നും മാറി നിൽക്കുന്നുണ്ട്. അല്ല, ED അല്ലല്ലോ ഇവിടെ ഇപ്പോൾ SIT ഉണ്ടല്ലോ, സംസ്ഥാന ഗവൺമെന്റ് രൂപീകരിച്ചത്. അവരുടെ അടുത്താണല്ലോ ഇപ്പൊ നമ്മളെ പെറ്റീഷൻ കിടക്കുന്നത്. അതാണല്ലോ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. അവർ നോക്കണ്ടേ? ഈ തട്ടാൻ ജോലി 30 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ കാലയളവിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യം, മകളുടെ ബിസിനസ്, അങ്ങനെയൊക്കെ ഇതിനെ കണ്ടുപിടിക്കും. അല്ല, അത് കാണട്ടെ, അന്വേഷിക്കട്ടെ. 3 കൊല്ലം കൊണ്ട് പെട്ടെന്ന് മകളും മരുവനും എല്ലാം കൂടെ സ്വർണ്ണ ബിസ്ക്കറ്റും കച്ചവടവും ഏർപ്പാടും കോടിക്കണക്കിന് രൂപ വാങ്ങലും, വീട് പുതിയത് വെക്കലും, 2ാമത്തെ വീട് പണി തുടങ്ങലും, 3 വേറൊരു വീട് വാങ്ങലും, ഈ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിക്കലും. അതിനല്ലേ ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. അവർ ഈ വഴിക്ക് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
ഗോവിന്ദ മാഷ് വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുന്നു എന്നിട്ടും അൻവർ പ്രസ്താവന നടത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് വസ്തുനിഷ്ഠം. ആ സാധുവിനെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഇത് അറിഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തെ എന്താ ചെയ്യുക? അദ്ദേഹത്തിന് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിക്കാനേ പറ്റുള്ളൂ. അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താ? എല്ലാ അന്വേഷണം നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഈ സ്വർണ്ണപ്പണിക്കാരന് ഇത്ര ഉണ്ടാക്കാമെങ്കിൽ ഇതിന് പിന്നിലെ ഉദ്യോഗസ്ഥർക്ക് എത്രമാത്രം ഉണ്ടാക്കാം? ഈ സുജിത് ദാസ് ഒക്കെ ഈ പണം എവിടെ വെച്ചിട്ടുണ്ടാവും? അല്ല, അതാണ് എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ ഇവര് സംസ്ഥാനത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ടാകും. ADGP അജിത് കുമാർ നിരവധി തവണ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. പെർമിഷൻ എടുത്തു പോയിട്ടുണ്ട്, പെർമിഷൻ എടുക്കാതെ പോയിട്ടുണ്ട്. ഇവിടുന്ന് പെർമിഷൻ എടുക്കുന്നത് സിംഗപ്പൂരിലേക്കാണെങ്കിൽ സിംഗപ്പൂർ പോയി ഒരു ദിവസം കിടന്നുറങ്ങി പിന്നെ തിരിച്ച് ദുബായിൽ വരികയാണ്. അവിടെ 4 ദിവസം 5 ദിവസം നിന്ന് അവനാന്റെ കച്ചവടമൊക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഒരു രാജ്യത്തേക്ക് പെർമിഷൻ എടുത്ത് പോയിട്ട് എത്ര രാജ്യത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ട് എന്നുള്ളത് ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം. എങ്ങനെ അന്വേഷിക്കുക? എല്ലാ ഇൻവെസ്റ്റിഗേഷനും കാലിന്റെ ചോട്ടിൽ ചവിട്ടിയിരുത്തിട്ട് അവിടെ ഇപ്പൊ തന്നെ ഇരിക്കല്ലേ ഈ ചങ്ങാതി അജിത് കുമാർ. പിന്നെ എങ്ങനെ സത്യം പുറത്തു വരിക? ഈ ഇടപാടുകൾ മുഖ്യമന്ത്രിക്ക് അറിയോ? ഈ അജിത് കുമാറിന്റെ പൊന്നു മനുഷ്യ, ആ പരാതിയിൽ എഴുതിയ കാര്യങ്ങളെ കുറിച്ചല്ലേ ഈ പറയുന്നത്? പരാതി അല്ലാതെ മുഖ്യമന്ത്രിക്ക് ബോധ്യമുണ്ടോ? ഇങ്ങനെ അത് പരാതി അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ അതിന് വിവരം കൊടുക്കേണ്ടത്. ആ വിവരം കൊടുക്കുന്നില്ല എന്നാ ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ അന്വേഷണം എത്തുന്നില്ല എന്ന്. അതാ വിഷയം. ഓക്കെ, ഇവിടെ തന്നെ ഉണ്ട്.